വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന വചനാഗ്നി പ്രേക്ഷകർക്ക് ഈശോയുടെ നാമത്തിൽ സമാധാനവും അനുഗ്രഹവും സന്തോഷവും പ്രിയമായി ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ധ്യാനിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ നീതിബോധത്തെക്കുറിച്ചാണ്. ദൈവം നീതിമാനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം നല്ലവനാണ്. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ നന്മയും അനുഭവിക്കുന്ന നമ്മളെല്ലാവരും ഇതേ നീതിയും നന്മയും കരുണയും നമ്മുടെ സഹോദരങ്ങളിലേക്ക് പകരാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ വിളിയിൽ എത്രത്തോളം നമുക്ക് വിശ്വസ്തതാപൂർവം ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനഭാഗമാണ്. നമുക്കറിയാം ഈശോ മിശിഹായുടെ ജനനം എപ്രകാരമായിരുന്നു എന്ന് വിശുദ്ധ മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ട മറിയത്തെ ജോസഫ് അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ നീതിമാനാകയാൽ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണെങ്കിൽ ജോസഫ് ചെയ്യേണ്ടിയിരുന്നത് തൻ്റെ അറിവ് കൂടാതെ ഗർഭിണിയായി കാണപ്പെട്ട താനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന സ്ത്രീയെ നിയമത്തിന് മുമ്പിലേക്ക് വിട്ടുകൊടുക്കണം. നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ ജോസഫ് എന്ന് പറയുന്ന പുതിയ നിയമത്തിൻ്റെ നീതിമാൻ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. കല്ലെറിയാൻ വിട്ടുകൊടുക്കാതെ അവൻ്റെ നീതിബോധം അവളെ അപമാനിതയാക്കരുത് എന്ന് നിർബന്ധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പുതിയ നിയമത്തിൻ്റെ നീതിബോധത്തിൻ്റെ 1-ാമത്തെ ചിന്ത ഇതാണ്: പ്രിയപ്പെട്ടവരെ, ഞാൻ മൂലം, എൻ്റെ പ്രവൃത്തി മൂലം മറ്റൊരാൾ അപമാനിക്കപ്പെടാൻ ഇടയാകരുത്. അപമാനിക്കപ്പെടാൻ ഇടയാകരുത്. വചനം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആത്മാർത്ഥമായി ആത്മശോധന ചെയ്യേണ്ട ചിന്താവിഷയമാണിത്. ഞാൻ മൂലം, എൻ്റെ വാക്കുമൂലം, എൻ്റെ പ്രവൃത്തി മൂലം ആരെങ്കിലും അപമാനിതരാകാൻ ഇടയാകുന്നുണ്ടെങ്കിൽ കർത്താവേ, നിൻ്റെ മുമ്പിൽ എളിമയോടെ നിന്ന് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് ഏറ്റുപറയാൻ ഈ വചനം നമ്മളെ പ്രേരിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അപമാനിതയാകാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവനെടുത്ത തീരുമാനം എന്താണ്? അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ. ഇപ്പം രഹസ്യമായി ഉപേക്ഷിക്കുമ്പോൾ, രഹസ്യത്തിൽ ഉപേക്ഷിക്കുമ്പോൾ ജോസഫിന് പിന്നെ പരസ്യത്തിൽ നിൽക്കാൻ പറ്റില്ല. അവൻ അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വരും. അവൻ നാട് വിട്ടു പോകേണ്ടി വരും. കാരണം നാട് വിട്ടു പോകുന്നില്ല എങ്കിൽ അവനെക്കുറിച്ച് ജനം പറയുക, പാവപ്പെട്ട ഒരു പെണ്ണിനെ അവളുടേതല്ലാത്ത കാരണത്തിൻ്റെ പേരിൽ
രഹസ്യമായി ഉപേക്ഷിച്ച് അവൻ മിടുക്കനായി ജീവിക്കുന്നു. ഒരുപക്ഷെ ഈ അപമാനം ഏറ്റെടുക്കാൻ അവൻ തയ്യാറാവാം, അതല്ലെങ്കിൽ അവൻ നാട് വിട്ടു പോകാം. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ്, സ്വയം അപമാനിതനാകാൻ വിട്ടുകൊടുക്കുക. പുതിയ നിയമത്തിൻ്റെ നീതിബോധം അതാണ്. അറിയാത്ത കാര്യങ്ങളുടെ പേരിൽ അപമാനിതരാകാൻ ഇടവന്നാൽ അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സ്. ഒന്നിനു പുറകെ ഒന്നായി വ്യാജ ആരോപണങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ സഭയുടെ ശുശ്രൂഷകർ, സഭാമക്കൾ എടുക്കേണ്ട നിലപാട്, പുതിയ നിയമത്തിൻ്റെ നീതിബോധം അനുസരിച്ചുള്ള നിലപാട്, കർത്താവിനെ പ്രതി അപമാനിക്കാൻ കഴിയുമ്പോൾ ആദിമസഭ ചെയ്തതുപോലെ അതിൽ അഭിമാനിക്കുന്നവരായി നിലകൊള്ളാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ പ്രതി, സഭയെ പ്രതി, മറ്റുള്ളവരെ പ്രതി, ഈശോയെ പ്രതി, രക്ഷകനെ പ്രതി അപമാനം ഏറ്റെടുക്കാനായിട്ടുള്ള അവസരം കിട്ടുമ്പോൾ എത്രത്തോളം അതിൽ ആനന്ദിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ട് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. ഇങ്ങനെ ഈ ഒരു നീതിബോധത്തിൽ നിൽക്കുന്നിടത്ത് മൂന്നാമത്തെ ചിന്ത തിരുവചനം നമുക്ക് തരുകയാണ്. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. മൂന്നാമത്തെ പുതിയ നിയമത്തിൻ്റെ നീതിബോധം തരുന്ന പാഠം ഇതാണ്: ദൈവത്തോട് ആലോചന ചോദിക്കുന്നവനാണ് പുതിയ നിയമത്തിലെ നീതിമാൻ. സ്വന്തം ചിന്തയ്ക്കനുസരിച്ച്, സ്വന്തം ബുദ്ധികൾക്കനുസരിച്ച് ജീവിക്കുന്നവനല്ല, പിന്നെയോ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവൻ. ഈ ദൈവത്തെ കണ്ടുമുട്ടുന്ന വേദികൾ തേടണം. പ്രത്യേകിച്ച് തിരുവിയ കാരുണ്യ സന്നിധിയിൽ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ നീ എന്താഗ്രഹിക്കുന്നു എന്ന് ചോദിക്കണം. ചോദിക്കുന്നവനാണ് ലഭിക്കുന്നത്. ചോദിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നെ ബോധ്യപ്പെടുത്തി തരാൻ പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. അപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച ജോസഫിൻ്റെ മുമ്പിൽ ആലോചനക്കാരൻ ദൂതനെ അയക്കുകയാണ്. ദൂതൻ വന്ന് പറഞ്ഞു, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ സ്വന്തം ബുദ്ധിക്കോ യുക്തിക്കോ മനസ്സിലാകാത്ത ഒരു കാര്യം ഏറ്റെടുക്കാൻ നിനക്ക് ശങ്ക വേണ്ട. നാലാമത്തെ കാര്യം അതാണ്, ബോധ്യമതാണ്. ദൈവിക കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആശങ്ക വേണ്ട പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കണം. ദൈവപരിപാലനയിൽ ആശ്രയിക്കാത്തവർക്കാണ് ആശങ്കകളും ആകുലതകളും ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജോസഫിനോട് ദൂതൻ പറയുന്ന ദൂതിതാണ്: നീ ശങ്കിക്കേണ്ട, നീ ആശങ്കപ്പെടേണ്ട, നീ അവളെ ഭാര്യയായി സ്വീകരിച്ചു. ഇത് ദൈവികമായ കാര്യമാണ്, നിനക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. പക്ഷെ ആശങ്കപ്പെടാതെ അവളെ നീ ഭാര്യയായി സ്വീകരിക്കുക. എന്തെന്നാൽ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, അന്യപുരുഷനിൽ നിന്നല്ല, നിന്നിൽ നിന്നല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ലാത്ത ഒരാളാണ് ജോസഫ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, അതുവരെയും യേശു മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഭാഗികമായ അറിവുകൾ മാത്രമേ പഴയ നിയമത്തിലുണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവം ചില വ്യക്തികൾക്ക് മാത്രമേ നൽകിയിരുന്നുള്ളൂ. ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജോസഫിനത് മനസ്സിലായി. കാരണം അവൻ ദൈവീക ജ്ഞാനമുള്ളവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ജ്ഞാനമുള്ളവനാകണം പുതിയ നിയമത്തിലെ നീതിമാൻ. 5-ാമത്തെ കാര്യം അതാണ്.
ആത്മീയ ജ്ഞാനമുള്ളവരാകണം. നമ്മൾ കണ്ടു നീതിമാന്റെ സ്വഭാവങ്ങൾ. ഒന്നാമതായി, മറ്റുള്ളവർ അവമാനിക്കപ്പെടാൻ ഇഷ്ടപ്പെടാത്തയാൾ. രണ്ടാമതായി, മറ്റുള്ളവരുടെ അപമാനം സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നയാൾ. മൂന്നാമതായി, ദൈവത്തോട് ആലോചന ചോദിക്കുന്നയാൾ. നാലാമതായി, ദൈവിക കാര്യങ്ങൾ നടപ്പിലാക്കാൻ യാതൊരുവിധ ആശങ്കയുമില്ലാത്ത ആൾ. ഇതാ അഞ്ചാമതായി, ദൈവിക ജ്ഞാനം, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള അറിവ് ഉള്ളയാളായിരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന് ജോസഫിന് മനസ്സിലായി. വീണ്ടും ദൂതൻ പറയുകയാണ്, അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ വഴി അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ആറാമത്തെ കാര്യം, ദൈവവചനത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവണം. ദൈവിക ജ്ഞാനം, ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനമുള്ളവൻ ദൈവവചനം, യെശയ്യായുടെ പ്രവചനം കേട്ടപ്പോൾ അവന് മനസ്സിലായി. വചനം അധരത്തിലും ഹൃദയത്തിലും ഉള്ളവന് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ആ ബോധ്യത്തോടെ അവൻ സ്വീകരിക്കുന്നു. അരുളി ചെയ്യപ്പെട്ട വചനം അവന് ബോധ്യപ്പെട്ടു. രക്ഷകനെക്കുറിച്ചുള്ള, തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വരുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രബോധനമാണ് ദൂതൻ നൽകുന്നത്. അതവൻ സ്വീകരിച്ചു. ജോസഫ് ഏഴാമതായി ചെയ്ത കാര്യം, അവൻ നിദ്രയിൽ നിന്ന് ഉണർന്നു. നിദ്രയിൽ നിന്ന് ഉണർന്നു. ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഏഴാമത്തെ കാര്യം ശ്രദ്ധിക്കണം, നിദ്രയിൽ നിന്ന് ഉണരണം. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചനങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുകതയിലോ മദ്യലഹരിയിലോ ആവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നിദ്ര വിട്ടുണരണം. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. യോസേഫ് അതിന് തയ്യാറായി. വീണ്ടും അവൻ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല പ്രവർത്തിച്ച്. ആലോചന ചോദിച്ചപ്പോൾ ദൈവം ദൂതനിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത ദൈവീക ദൂതനുസരിച്ച് അവൻ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിച്ചു, ദൈവീക ദൂതനുസരിച്ചു. അവൻ്റെ ബോധ്യങ്ങൾക്കോ ചിന്തകൾക്കോ വിട്ടുകൊടുക്കാതെ ദൈവീക ചിന്തയ്ക്ക്, ദൈവത്തിൻ്റെ വഴിക്ക് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും വിട്ടുകൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ 8 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ച് ധ്യാനിക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ മൂലം ആരെങ്കിലുമൊക്കെ അപമാനിതരാകാൻ ഇടയായിട്ടുണ്ടോ, ഇടയാകുന്നുണ്ടോ? മറ്റുള്ളവർ അനുഭവിക്കുന്ന അപമാന ഭാരത്തിന് കാരണക്കാരനായി ഞാൻ മാറുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. മാപ്പ് ചോദിച്ച് മാനസാന്തരപ്പെടണം. രണ്ടാമതായി, എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കർത്താവിനെ പ്രതി
നിന്ദിക്കപ്പെടാനും അപമാനിക്കപ്പെടാനും കാരണമായിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങളെ ഞാൻ എപ്രകാരമാണ് സ്വീകരിച്ചത്? സന്തോഷത്തോടെ സ്വീകരിക്കാൻ, പരാതി കൂടാതെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ന്യായീകരണങ്ങൾ നിരത്തി എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നതിനപ്പുറത്ത് കർത്താവിനെ പ്രതിയല്ലേ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് നന്ദി പറയാം. ഇല്ലെങ്കിൽ ഇനിയുള്ള അവസരങ്ങളിൽ കർത്താവിനെ പ്രതി അപമാനിതരാകാൻ, അഭിമാനിക്കാൻ ഇടയാകാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മൂന്നാമതായി, ദൈവത്തോട് ഞാൻ എത്രത്തോളം ആലോചന ചോദിക്കുന്നുണ്ട്? ദൈവഹിതമാണ് നീതിമാൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നീതി, ദൈവിക നീതി നടപ്പിലാക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഞാൻ ഇരിക്കാറുണ്ടോ? ദൈവവചനം ഞാൻ വായിക്കാറുണ്ടോ? ദൈവത്തോട് ഞാൻ ആലോചന, ദൈവഹിതം തേടാറുണ്ടോ? എൻ്റെ മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിലെ സുപ്രധാന തീരുമാനങ്ങളിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിലൊക്കെ ദൈവത്തോട് ഞാൻ ആലോചിക്കാറുണ്ടോ? ആലോചിച്ചാലല്ലേ ദൈവത്തിന് വെളിപ്പെടുത്തി തരാൻ പറ്റൂ. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ഞാൻ എത്രത്തോളം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ, അവിടുത്തോട് ചേർന്നിരിക്കാൻ, ആലോചന ചോദിക്കാൻ തയ്യാറാവുന്നുണ്ടെന്ന്. നാലാമതായി, എനിക്ക് ആശങ്കകളുണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആകുലതകളില്ല, ആശങ്കകളില്ല. ഒന്നിനെക്കുറിച്ചും പരിഭ്രമിക്കാതെ ധൈര്യപൂർവ്വം പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്വാസത്തിൻ്റെ ധീരതയിൽ ചരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എങ്കിൽ ഞാൻ പുതിയ നിയമത്തിൻ്റെ നീതിബോധത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. അഞ്ചാമതായി, ദൈവിക ജ്ഞാനം, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം എനിക്കുണ്ടോ? ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം. ലോകത്തിൻ്റെ വിജ്ഞാനം എനിക്ക് ഉണ്ട്, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒത്തിരിയുണ്ട്. പക്ഷേ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമില്ലെങ്കിൽ എൻ്റെ ലൗകിക വിജ്ഞാനം ഭോഷത്വമായി മാറും. തിരിച്ചറിയണം. ആറാമതായി, ദൈവവചനത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യമുണ്ടാവണം. വചനം അതിരത്തിലും ഹൃദയത്തിലും എപ്പോഴും ഉണ്ടാവണം. സമീപസ്ഥമായിരിക്കണം, മനസ്സിലാവണം. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്, തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം എവിടെയാണ്? അതുകൊണ്ട് ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവവചനവുമായിട്ടുള്ള അടുത്ത ബന്ധം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും, സൗഖ്യപ്പെടുത്തും, ശക്തിപ്പെടുത്തും, തീരുമാനങ്ങളെ അനുഗ്രഹമാക്കി മാറ്റും. ഏഴാമതായി, നിദ്രയിൽ നിന്ന് ഉണരണം. പകലിന് യോജിച്ച വിധത്തിലുള്ള പെരുമാറ്റം ഉണ്ടാവണം. നിദ്രാ വിവശരായിരുന്നിട്ടും ഉണർന്നിരുന്ന താബോർ അനുഭവം കണ്ട അപ്പസ്തോലന്മാരെ പോലെ, നിദ്രാഭാരത്താൽ തളർന്നുറങ്ങിയപ്പോൾ കർത്താവ് അവരോട് പറയുന്നുണ്ട്, ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലേ? ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവനിലേ ദൈവീക ശക്തി കടന്നു വരൂ, പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള അഭിഷേകം കടന്നു വരൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏഴാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്, ഉണർവ് എനിക്കുണ്ടോ? ഉണർന്നിരിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ, പകലിന് യോജിച്ച വിധത്തിൽ പെരുമാറാൻ, സുഖലോലുപത, മദ്യാസക്തി, ജീവിതവ്യഗ്രത, അവിഹിതവേഴ്ച, വിഷയാസക്തി, കലഹം, അസൂയ, ഇങ്ങനെയുള്ള ലൗകികമായ തിന്മകൾക്ക് അടിമപ്പെടാതെ ഉണർന്ന് പ്രശോഭിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുക. എട്ടാമത്തെ കാര്യം, ദൂതൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കിട്ടുന്ന ദൂത് കേൾക്കുക മാത്രം ചെയ്യുന്നവരാകാതെ അത് ജീവിതത്തിൽ അനുവർത്തിക്കുന്നവരാകാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഇതെത്രത്തോളം എനിക്ക് സാധിക്കുന്നുണ്ട്? ഞാൻ എൻ്റെ തന്നിഷ്ടത്തിൻ്റെ താർശിസ് തേടിപ്പോയ യോനായെ പോലെയാണോ? അതോ ദൈവഗീതം മാത്രം തേടിയ പരിശുദ്ധ അമ്മയെ പോലെയും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത ഈശോയെ പോലെയുമാണോ? നമ്മുടെ ജീവിതങ്ങളും
അനുഗ്രഹിക്കപ്പെടട്ടെ. ജോസഫ് എന്ന നീതിമാൻ നമ്മുടെ മുമ്പിൽ നീട്ടിത്തരുന്ന ഈ 8 പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി, കൃപയായി മാറട്ടെ. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടങ്ങളിൽ കണ്ണുകളടച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി, പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്ന നീതിബോധത്തിൻ്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും തിരുക്കുടുംബത്തിൻ്റെ പ്രത്യേകമായുള്ള മധ്യസ്ഥതയിൽ നമ്മളെ ചേർത്ത് വയ്ക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വെക്കാം. യേശു പിതാവ് തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ച ആ നീതിബോധം നമ്മുടെ ജീവിതങ്ങളിലും നിഴലിക്കുവാൻ തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥതയോട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഞാൻ മൂലം ആരും അപമാനിതരാകരുത്. കർത്താവിനെ പ്രതി അപമാനിതനാകാൻ ഞാൻ ഇഷ്ടപ്പെടണം. ദൈവത്തോട് ഞാൻ ആലോചന ചോദിക്കണം. ആശങ്കകളില്ലാതെ ദൈവത്തിൻ്റെ പരിപാലനയെ ഞാൻ ദൃഢമായി വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ദൈവിക ജ്ഞാനം എനിക്കുണ്ടാവണം. ദൈവ വചനത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. വചനം ഹൃദയത്തിലും അതരത്തിലും സൂക്ഷിക്കാൻ കഴിയും വിധം വചനവുമായൊരു ബന്ധം ഉണ്ടാവണം. നിദ്ര വിട്ട് ഞാൻ ഉണരണം. പകലിന് യോജിച്ച വിധത്തിൽ ഞാൻ പെരുമാറണം. ദൂതൻ കൽപ്പിച്ചതനുസരിക്കണം. ദൈവിക ദൂതുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കണമെങ്കിൽ ആ ദൂത് അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചന വിട്ടിട്ട് അത് അനുവർത്തിക്കണം. കർത്താവേ, നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കർത്തത്തിലേക്ക് ജീവിതത്തെ ഉയർത്തിക്കൊടുക്കും. പുതിയ നിയമത്തിൽ യോസേപ്പ് പിതാവ് പഠിപ്പിക്കുന്ന ഈ നീതിബോധത്തിൻ്റെ 8 പടികൾ ചവിട്ടിക്കയറാൻ ദൈവമായ കർത്താവേ, പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് കരമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപയുടെയും വരങ്ങളുടെയും ദാനങ്ങളുടെയും ഫലങ്ങളുടെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ, വിശുദ്ധ യോസേപ്പിൽ നിറഞ്ഞതുപോലെ ദൈവിക ജ്ഞാനമായി വചനത്തിൻ്റെ അഭിഷേകമായി ഞങ്ങളിലും ഒന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ദൈവമേ, നന്ദി ദൈവമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളും പരിശുദ്ധാത്മ ശക്തിയിൽ നീതിബോധമുള്ളവരായി മാറട്ടെ. അപമാന ഭാരം ഏറ്റെടുക്കാൻ ശക്തി പ്രാപിക്കട്ടെ. മറ്റുള്ളവരെ അപമാനിക്കാൻ ഇടവരുത്താതെ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ് ദൈവവചനത്താൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവിക ദൂതുകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ, നിദ്ര വിട്ടുണർന്ന് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ കത്തിച്ചൊലിക്കുവാൻ എല്ലാവരെയും പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലായ്മകളുടെ രോഗപീഠകളുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തി വെളിപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.